ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്രൂവ് ദാറ്റ് ആൻ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഏരിയ പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ലെങ്ത് ഓഫ് സൈഡ്. വാട്ട് ഈസ് ദ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി? എന്താണ് √3/4 അങ്ങനെയാണെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാൻ പറ്റും A². അപ്പോൾ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി ഏതാണ്? കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി √3/4. അപ്പോൾ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്? √3/4 ആണ്. ഏരിയ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ A² ഇൻക്രീസ് ചെയ്യുന്നതോടും ഇതിനെ എന്ത് പറയും? ഡയറക്റ്റ് അല്ല, ഇത് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ല. സൈഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് വരില്ല, ഡിഫറെൻ്റ് ആയിട്ട് വരിക. ആദ്യം 1 എടുക്കുമ്പോൾ √3/4 വരും, 2 കൊടുക്കുമ്പോൾ 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും, 3 കൊടുക്കുമ്പോൾ 9 ടൈംസ് ഇൻക്രീസ്. ഇപ്പോൾ ഒരേ മാതിരിയല്ല, പക്ഷെ പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് ഏതിന് പ്രൊപ്പോർഷനാണ്? A² പ്രൊപ്പോർഷൻ. A² കൂടുന്തോറും 4 കൂടും. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി എന്താണ്? √3/4 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർ എ സ്ക്വയർ ടു ലെങ്ത് ഓഫ് ആണ്. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി ഏത്? സ്ക്വയറിന്റെ കേസാണ്. അപ്പോൾ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഏരിയ കാണാൻ ലൊക്കേഷൻ എന്താ? A². നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സൈഡ് ഓഫ് ദ ലെങ്ത് പ്രൊപ്പോർഷൻ ടു ഏരിയ ആണെങ്കിൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി ഏതായിരിക്കും? കണ്ടാൽ അറിയാം. ഇവിടെ പ്രൊപ്പോർഷനാലിറ്റി കോൺസ്റ്റന്റ് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ നോക്കി പറഞ്ഞാൽ ഇവിടെ എന്താണോ അതായിരിക്കും. കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ അതായിരിക്കും കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി. അപ്പം മറന്നു പോകണ്ട. ആദ്യം ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണ് √3/4 A² എഴുതുക. പ്രൊപ്പോർഷൻ ടു ആണ് A² പ്രൊപ്പോർഷൻ ടു A ആയതുകൊണ്ട് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി ചെയ്താൽ √3/4. ഇവിടെ ഏരിയ ഓഫ് ദ സ്ക്വയർ പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ ലെങ്ത് ആണെങ്കിൽ അവിടെ ഏരിയ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനാലിറ്റി 1 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ റെക്റ്റാങ്കിൾ, അതും അങ്ങനെ തന്നെ ചെയ്യാനുള്ളതാണ്. റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ 1 സ്ക്വയർ മീറ്റർ ആസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ചേഞ്ചസ്. ലെങ്ത് ഓഫ് സൈഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരികയാണ്. ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ് ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ, ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ആൽജിബ്രിക് ഇക്വേഷൻ. ഹൗ ഡു വി സേ ദിസ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് പ്രൊപ്പോർഷൻ? ലാംഗ്വേജ് ഓഫ് പ്രൊപ്പോർഷൻ. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ 1 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ് B എന്ന് എടുക്കാം. അപ്പോൾ ഏരിയ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. ഇത് ആൾജിബ്രിക് ഫോമാണ്. പക്ഷെ ഇവിടെ നമുക്ക് ലെങ്ത്തിന് വേണമെങ്കിൽ എക്സും ബ്രെഡ്ത്തിന് Y ആണ്. അപ്പോൾ ഏരിയ എന്തായി മാറും? XY ആയി മാറും. ലെങ്ത്ത് എക്സ് ആയിട്ട് എടുക്കുക, Y ആണത്. പക്ഷെ ഏരിയ ബിക്കം 1 സ്ക്വയർ മീറ്റർ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? 1/y. അപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതോറും Y എന്താവും? ഡിക്രീസ് ചെയ്യും. ഇതിൻ്റെ ഏരിയ സെയിം ആയി വരണമെങ്കിൽ ലെങ്ത് ഇങ്ങനെ കൂട്ടും തോറും ബ്രെഡ്ത്ത് എന്ത് ചെയ്യും? കുറഞ്ഞു വരണം. എന്നാലേ എന്താവുള്ളൂ? ഏരിയ സെയിം ആയിട്ട് വരുള്ളൂ. അപ്പോൾ ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെങ്ത്ത് ഡിക്രീസ് ചെയ്യും. അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ബ്രെഡ്ത്ത് ഓഫ് ദ പ്രൊപ്പോർഷൻ ടു റെസിപ്രോക്കൽ ഓഫ് ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ ലാംഗ്വേജ് പറയുമ്പോൾ ലെങ്ത് ഈസ് റെസിപ്രോക്കൽ ഓഫ് ബ്രെഡ്ത്ത്, അല്ല ബ്രെഡ്ത്ത് ഈസ് റെസിപ്രോക്കൽ ഓഫ് ലെങ്ത്. Y ഈസ് ഈക്വൽ ടു എഴുതുകയാണെങ്കിൽ 1/x ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് ഈസ് റെസിപ്രോക്കൽ ഓഫ് ലെങ്ത്. ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്രെഡ്ത്ത് ഡിക്രീസ് ആണ് ചെയ്യുക. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ട്രയാങ്കിൾ സെയിം ഏരിയ, ട്രയാങ്കിളുടെ ഏരിയ സെയിം ആണ്. പക്ഷെ ഹൗ ഡു വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ ലാർജസ്റ്റ് സൈഡ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ടു ദ ഓപ്പോസിറ്റ് സൈഡ്. ലാർജസ്റ്റ് സൈഡ് ഏതാണോ അതും അതിലേക്കുള്ള ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ. What we take the length of the shortest side instead. അതായത് ലെങ്ത്ത് ഷോർട്ടസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് എടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ലാർജ് സൈഡ് B ആയിട്ട് എടുക്കുക, ബേസ് ആയിട്ട് എടുക്കുക. ഇതാണ് ലാർജ് സൈഡ്. അപ്പോൾ ട്രയാങ്കിളിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു, അതാണ് H. നിങ്ങൾക്കറിയാം ഇത് അതർ സൈഡ് സ്മോൾ എയും C എന്ന് വിചാരിക്കും. 3 സൈഡ്സ് ആണ്. അതിൽ ലാർജ് സൈഡ് B ആക്കി എടുക്കുക. ഹൈറ്റ് പെർപെൻഡിക്കുലർ ടു ദ ലാർജസ്റ്റ് സൈഡ്, ഹൈറ്റ് ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ലെങ്ത്തിൽ ലാർജസ്റ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. ആ വരച്ച ലെങ്ത്താണ് H. അങ്ങനെയാണ് നിങ്ങൾക്കറിയാം ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ്. ഇനി ഇത് തമ്മിൽ നമുക്ക് ഒരു റിലേഷൻ ഉണ്ടാക്കണം. നമുക്ക് ഹൈറ്റിൻ്റെ റിലേഷനാണ് ചോദിച്ചത്. ഹൈറ്റ് ആകുമ്പോൾ ഇത് 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2a.
പിന്നെ എച്ച് അവിടെ വെച്ചിട്ട് ബി ഇങ്ങോട്ട് കൊണ്ടുവരിക ബി. അപ്പോൾ എന്താണ് ഇവിടെ ഹൈറ്റ് എന്തിനു റിലേറ്റ് ചെയ്തിരിക്കും? ലെങ്ത് ഓഫ് സൈഡ് ഇൻക്രീസ് ചെയ്യും തോറും ഹൈറ്റ് എന്താവും? ഡിക്രീസ് ആവും. അല്ലെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ബ്രെഡ്ത്ത് എന്തായിരിക്കും? ലെങ്ത് ഓഫ് ദ സൈഡ് എന്തായിരിക്കണം? ഡിക്രീസ് ആയിരിക്കണം ഇതിന്ന്. അപ്പോൾ ചേഞ്ച് ദ perpendicular distance is proportion to the reciprocal of largest side. അപ്പോൾ ലാർജസ്റ്റ് സൈഡ് എത്രയാണോ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും അതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റും ലാർജസ്റ്റ് സൈഡും തമ്മിൽ ബന്ധമുണ്ട്. സൈഡിൻ്റെ ലെങ്ത് കൂടുന്തോറും ഹൈറ്റ് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും. അതുപോലെ നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്? സ്മോളസ്റ്റ് സൈഡ്. ഇതാണ് സ്മോളസ്റ്റ് സൈഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ സ്മോളസ്റ്റ് സൈഡ് ആണെങ്കിൽ ഇതും അതുപോലെ ചെയ്യുക. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു അതിലേക്ക് ഹൈറ്റ് വരയ്ക്കുക. അപ്പോൾ ഹാഫ് ഇൻറ്റു എ എച്ച് ആണ്. അപ്പം എച്ച് എന്തായിരിക്കും? 2a ബൈ 2 ഇങ്ങോട്ട് കൊണ്ടുപോയി 2a ബൈ എ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ചേഞ്ചസ് ടു റെസിപ്രോക്കൽ ഓഫ് ദ സ്മോളസ്റ്റ് സൈഡ്. ഇവിടെ എ സ്മോളസ്റ്റ് സൈഡാണെങ്കിൽ ഇപ്പോൾ ചെറുതാവുന്നതും ഹൈറ്റ് കൂടും. അപ്പം ചെറിയ സൈഡാണ് ട്രയാങ്കിൾ വെച്ചാൽ അതിലേക്കുള്ള പെർപെൻഡിക്കുലർ സൈഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും കിട്ടും. ഇനി റെഗുലർ പോളിഗൺ എന്ന് കേട്ടാൽ തന്നെ അറിയാം ഓൾ ആംഗിൾസും സൈഡ്സും ഈക്വൽ ആയിരിക്കും. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സൈഡ്സ് ആൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ക്യാൻ ബി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻ. റെഗുലർ ഒബ്ജക്റ്റിൻ്റെ ഇന്റീരിയർ ആംഗിളും സൈഡ്സും തമ്മിൽ. അപ്പോൾ നമുക്കറിയാം ഇന്റീരിയർ ആംഗിൾ കാണാൻ ലൊക്കേഷൻ എന്താ? ഇന്റീരിയർ ആംഗിൾ ഈക്വൽ ടു n-2 ഇൻറ്റു 180 ബൈ n ആണ്. ഇന്റീരിയർ ഓഫ് എ റെഗുലർ പോളിഗൺ കാണാൻ ലൊക്കേഷനാണ് n-2 ഇൻറ്റു 180 ബൈ n. അപ്പോൾ ഇന്റീരിയർ ആംഗിൾ നമ്മുടെ എ എന്നാണ് കാണിക്കുന്നത്. n-2 ഇൻറ്റു 180 ബൈ n ആണ്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസ് ചെയ്യുന്തോറും റെഗുലർ പോളിഗണിൻ്റെ എന്തും കൂടും? ഇന്റീരിയർ ആംഗിളും കൂടും. അപ്പോൾ ഇന്റീരിയർ ആംഗിൾ ഓഫ് റെഗുലർ പോളിഗൺ ഈസ് directly proportional to 2 less than the number of sides. 2 less than the number of sides. ഇവിടെ മുകളിൽ നോക്കുമ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആണ്. 2 less than the number of sides ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. നമ്പർ ഓഫ് സൈഡ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സൈഡ് ആയിരിക്കും. അപ്പോൾ രണ്ട് തരാണ്. മുകളിലാണെങ്കിൽ എ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു n-2 ആവും. എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു n. അപ്പോൾ ഇതിന്ന് മോൾ ഭാഗത്താണെങ്കിൽ മുകളിലാണെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഏതിന് ഈക്വൽ ആയിരിക്കും? ഇന്റീരിയർ ആംഗിൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു 2 ലെസ് ദാൻ ദ നമ്പർ ഓഫ് സൈഡ്സും ആംഗിൾ ഡയറക്റ്റ്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു നമ്പർ ഓഫ് സൈഡ്സും ആയിരിക്കും. നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസ് ചെയ്യുന്തോറും അവിടെ എന്തായിരിക്കും? ആംഗിൾ ഓഫ് ഇതെന്തായിരിക്കും? താഴെയുള്ള നമ്പർ ഓഫ് സൈഡ്സ് ഇൻക്രീസ് ചെയ്യുന്തോറും അതിൻ്റെ എന്ത് കൂടും? കുറയും. ആംഗിൾ ഇന്റീരിയർ ആംഗിൾ കുറയും. പക്ഷേ 2 ലെസ് ആണെങ്കിൽ, നമ്പർ ഓഫ് സൈഡ്സിനേക്കാൾ 2 ലെസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനും ആയിരിക്കും. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 5th ക്വസ്റ്റ്യൻ ആണ്. എ ഫിക്സ്ഡ് വോളിയം ഓഫ് വാട്ടർ flow into a rectangular water tank. ഒരു ഫിക്സ്ഡ് വോളിയമുള്ളൊരു വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം റെക്റ്റാങ്കിൾ വാട്ടർ ടാങ്കിലേക്ക് മാറ്റും. ദ റേറ്റ് ഓഫ് ഫ്ലോ ക്യാൻ ബി ചേഞ്ച്ഡ്. റേറ്റ് ഓഫ് സ്പീഡ് മാറുകയാണ്. ചേഞ്ച്ഡ് ബൈ ബീങ് ഡിഫറെൻറ്റ് പൈപ്പ്. ഇപ്പോൾ ചെറിയ പൈപ്പിലൂടെ പോകുന്ന വെള്ളമായിരിക്കില്ല, ലാർജ് പൈപ്പിലൂടെ പോവാം. ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ഡ്യൂറിങ് ഡിഫറെൻറ്റ് പൈപ്സ്. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഇൻ ആൾജിബ്രിക് ഫോം, എക്സ്പ്ലനേഷൻ ആൻഡ് ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻ. നമ്മളതിനെ എന്ത് ചെയ്യണം? ആൾജിബ്രിക് ഫോമിൻ്റെ എക്സ്പ്രഷനാക്കി മാറ്റണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ദ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ. അത് തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത് ഫസ്റ്റത്തെ. സെക്കൻഡ് ചോദിക്കുന്നത് റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ദ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക്. ഒന്ന് ടൈമുമായിട്ടും ഒന്ന് വാട്ടറുമായിട്ടാണ്, അല്ല ഹൈറ്റ് ഓഫ് ദ വാട്ടറും ആയിട്ടാണ് റിലേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ സപ്പോസ് ചെയ്യാം ഒരു വോളിയം ഓഫ് വാട്ടർ എന്താ ഫ്ലോ ഇൻ ടു ദ ടാങ്ക് ഇൻ 1 സ്ക്വയർ മീറ്റർ സെക്കൻഡ് എക്സ് ആണ് വിചാരിക്കാം. വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ഇൻ 1 സെക്കൻഡ്
എന്തായിട്ട് എടുക്കുക, എക്സ് ആക്കി എടുക്കുക. വോളിയം ഓഫ് വാട്ടർ ഫ്ലോ into a tank in 1 second. അതെന്തായിട്ട് എടുക്കുക, എക്സ് ആക്കി. ഒരു സെക്കൻഡിന് വെള്ളം ഫ്ലോ ചെയ്യാണ് എത്രയാണ്, എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബേസ് ഏരിയ നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്കുള്ള ബേസ് ഏരിയ നമ്മൾ എ ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും, ഈ ഫ്ലോ ചെയ്യുന്ന വോളിയം എന്തിന് ഈക്വൽ ആയിരിക്കും, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. വോളിയം ഓഫ് വാട്ടർ ഫ്ലോ ഇൻറ്റു എ ടാങ്ക്. ഒരു ടാങ്കിലേക്ക് ഉണ്ടാവുന്നത് എന്തായിരിക്കും, എ ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അതിൽ ഇതിനനുസരിച്ച് അപ്പോൾ ഫ്ലോ ചെയ്യുന്ന ഓരോ മിനിറ്റിൽ കൂടുന്തോറും അതിലെന്ത് ചെയ്യും, ഹൈറ്റ് ഇങ്ങനെ കൂടി കൂടി വരും. ബേസ് ഏരിയ സെയിം ആയിരിക്കും. ഒരു ഹൈറ്റിൽ എക്സ് ആണ്, അപ്പോൾ അവിടെ ഹൈറ്റ് കുറച്ചുണ്ടാവും. പിന്നെ 2 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഹൈറ്റ് കൂടും. അപ്പോൾ ഇവിടെ എന്താണ്, ഏരിയ എന്തൊരു പ്രൊപ്പോർഷൻ ആയിരിക്കും, കോൺസ്റ്റന്റ് നമ്പർ ആയിട്ട് എടുക്കുക. ബേസ് ഏരിയ മാറൂല. ഒരു ഏത് വാട്ടർ ടാങ്ക് നമ്മുടെ റെക്റ്റാങ്കിൾ വാട്ടർ ടാങ്കിലേക്കാണെങ്കിൽ അതിൻ്റെ ബേസ് ഏരിയ അതുപോലെ ഉണ്ടാവും. പക്ഷേ ഹൈറ്റ് വാട്ടറിൻ്റെ ലെവൽ ഓരോ സെക്കൻഡിൽ എക്സ് പോലെ ഇങ്ങനെ കൂടി കൂടി വരിക. ഫസ്റ്റ് സെക്കൻഡിൽ എച്ച് ആണ്, സെക്കൻഡ് സെക്കൻഡിൽ അങ്ങനെ. അപ്പം എ ഇസ് എ കോൺസ്റ്റന്റ് നമ്പറാണ്. ദ റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ഇൻ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഹൈറ്റ്. വോളിയം ഓഫ് വാട്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷനാണ്. ബേസ് ഏരിയ എന്തായിരിക്കും, ഇവിടുത്തെ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷനും ആയിരിക്കും. ഇനി സെക്കൻഡ്, റേറ്റ് ഓഫ് വാട്ടർ ഫ്ലോ ആൻഡ് ദ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക്. നമ്മൾ ഫ്ലോ ചെയ്യുമ്പോൾ ടൈം ടേക്കൺ പെട്ടെന്ന് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ടൈം കുറച്ച് മതി. രണ്ടാമത്തെ കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്തായിട്ട് എടുക്കുക, കപ്പാസിറ്റി ഓഫ് ടാങ്ക് എന്തായിട്ട് എടുക്കുക, സി ആണ് വിചാരിക്കുക. ഇനി ടൈം നമ്മൾ എന്തായിട്ട് എടുക്കുക, ടൈം ടി ആണെന്ന് വിചാരിക്കുക. എടുക്കുന്ന ടൈം ടിയുമാണെങ്കിൽ അത് നമ്മൾ എത്രയാണ് വോളിയം, എക്സ് ആണെന്ന് വിചാരിക്കും. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് ഫ്ലോ എക്സ് ആയിട്ട് എടുക്കുക. ടാങ്കിൽ കപ്പാസിറ്റി സി ആണ്. ടൈം എടുത്തത് എത്രയാണ്, ടി സെക്കൻഡുമാണെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് ഫ്ലോ കാണാൻ കപ്പാസിറ്റി ബൈ ടൈം, എത്ര ടൈമിനുള്ളിൽ എത്ര എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ കപ്പാസിറ്റി അങ്ങനെയാണ്. ടൈം കൂടുന്തോറും ഇവിടെ എന്ത് കൂടും, ടൈം എടുക്കുന്നത് കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ വളരെ കുറവായിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ കൂടുന്തോറും ടൈം വളരെ കുറവായിരിക്കും ഉണ്ടാവുക. അപ്പം ടൈമും റേറ്റ് ഓഫ് ഫ്ലോയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. എക്സ് എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പം റേറ്റ് ഓഫ് ഫ്ലോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ടൈം ടേക്ക്. അങ്ങനെ നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത് നന്നാക്കി പറഞ്ഞു പഠിക്കുക. ആകെ കൺസെപ്റ്റ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ വായിച്ചാൽ മാത്രം മതി. അപ്പോൾ എന്താണ് വാട്ടർ ടാങ്കിൽ ഹൈറ്റ് കൂടുന്തോറും വെള്ളത്തിൻ്റെ ഫ്ലോ കൂടി കൂടി വരും. അല്ല അവിടെ കൂടുതൽ ടൈം എടുക്കുന്തോറും വെള്ളത്തിൻ്റെ കപ്പാസിറ്റി ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലോ മെല്ലെ വരുള്ളൂ. ടൈം കൂടുതൽ സമയം എടുക്കുന്നുണ്ട് വെള്ളം ടാങ്ക് നിറയാൻ വെച്ചാൽ അവിടെ റേറ്റ് ഓഫ് ഫ്ലോ വളരെ സ്ലോ ആയിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങളുടേതായ മീനിങ്ങിൽ മനസ്സിലാക്കിയെടുക്കുക. ഇത് നമ്മുടെ കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഐഡിയ എന്താണ് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒന്ന് എന്താണ് എന്ന് ചിന്തിച്ച് കണ്ടുപിടിക്കാനുള്ള ചാപ്റ്ററാണിത്. അതുകൊണ്ട് ഒന്ന് വായിച്ച് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് നല്ല വായിക്കുക. ഇതേമാതിരി കുറേ എക്സാമ്പിൾസ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക.